നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലവർഷം 1200 കുംഭമാസത്തിലെ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കുംഭമാസം 30 ദിവസമാണ് ഉള്ളത് ഈ വർഷം. അതായത് ഫെബ്രുവരി 13-ാം തീയതി മുതൽ മാർച്ച് 14-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളാണ് കുംഭമാസത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പോകാതെ ഓരോ നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രം ധനുരാശിയിലാണ് ഉൾപ്പെടുന്നത്. അവർക്ക് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ശനി 3-ാം ഭാവത്തിലാണ്, വ്യാഴം 6-ാം ഭാവത്തിലാണ്, സൂര്യനും ബുധനും കൂടെ 3-ാം ഭാവത്തിൽ നിൽപ്പുണ്ട് ശനിയോടൊപ്പം. ശുക്രൻ 4-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ കുംഭമാസത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പല കാര്യങ്ങളും അവർക്ക് സാധിച്ചെടുക്കാൻ വലിയ തടസ്സം ഉണ്ടാവുകയില്ല. അർഹമായ നേട്ടങ്ങൾ കിട്ടും. ജോലിയിൽ പ്രമോഷനും അതുപോലെ തൊഴിലിൽ ഉന്നതിയും ശമ്പള വർധനമോ ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. എല്ലാ കോണുകളിൽ നിന്നും ആവശ്യമനുസരിച്ച് സഹായം ലഭിക്കുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും. സർക്കാരിൽ നിന്ന് വേണ്ട അനുമതികളൊക്കെ ലഭിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നുള്ള അനുമതിയൊക്കെ ഈ മാസം കിട്ടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോരോ സംഘടനകളുമായിട്ടും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള യോഗം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ മാനിക്കപ്പെടുകയും നമുക്ക് ജീവിതം പുതിയ ഒരു കുറച്ച് നാളായിട്ട് സ്റ്റാഗ്നൻ്റായിട്ട് നിന്ന അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിന്നു എന്ന് തോന്നിയിരുന്ന ആ ജീവിതം കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആവശ്യങ്ങളനുസരിച്ച് ധനം സമാഹരിക്കാനുള്ള യോഗമുണ്ട്. പിന്നെ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ദാമ്പത്യത്തിൽ ചെറിയ ഉരസലുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കും. അപ്പോൾ അതിനുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ദാമ്പത്യത്തിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമവും കൂടെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ശുക്രൻ 4-ൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 4 കുടുംബം ആണെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചൊവ്വയും കൂടെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുമ്പം ദൈവാധീനം കുറവുമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. കുടുംബകാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ജോലിയിലാണെങ്കിലും എല്ലാം അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു സമയമാണ്. അടുത്ത പൂരാടം നക്ഷത്രമാണ്. അവർക്കും മൂല നക്ഷത്രക്കാരുടെ പോലെ തന്നെയാണ് ഗ്രഹസ്ഥിതി. അതായത് മാസത്തിൻ്റെ ആരംഭത്തിൽ ശനിയും സൂര്യനും ബുധനും 3-ാം ഭാവത്തിലും ശുക്രൻ 4-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്നും നിൽക്കുന്നു. വ്യാഴമാണെങ്കിൽ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 3-ൽ നിൽക്കുന്ന ശനി ഗുണകരമായിട്ട് ഒരു പരിധിവരെ ഗുണകരമായിട്ട് അനുഭവപ്പെടും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ ഒരു തരത്തിൽ ഗുണമാണ്. കാരണം പല കാര്യങ്ങളിലും നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിലൂടെ സമൂഹത്തിൽ അംഗീകാരം, മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് ഈ തിരക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഫാമിലി ലൈഫിലൊക്കെ ഒരല്പം പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരുപാട് സമയവും നമ്മുടെ ആരോഗ്യവും ഈ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് ചിലവഴിക്കേണ്ടി വരും. സമൂഹത്തിന് ഗുണകരമായ കുറേയേറെ കാര്യങ്ങൾ ഈ മാസം ചെയ്യാനായിട്ട് സാധിക്കും. ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. കമ്പനികളിലൊക്കെ ആണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ അംഗീകരിക്കപ്പെടുകയും പ്രൊമോഷനൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശമ്പള വർധനവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ട് വളർച്ചയുണ്ടാകാൻ ഇടയുള്ള കാലമാണ്. വ്യാപാര രംഗത്തിൽ മുരടിപ്പൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് വ്യാപാരം മുന്നോട്ട് പോകും. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന കൺസൾട്ടൻസി പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ക്ലയൻസിനെ കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു മാസവും ആണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കാനും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാനും സാധിക്കും. വീട് നവീകരിക്കുക, വാഹനം പുതുക്കി എടുക്കുക അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിക്കുക, ഇതിനൊക്കെ യോഗമുള്ള സമയമാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ലക്ഷ്യങ്ങൾ പലതും നേടാൻ സാധിക്കുന്ന ഒരു മാസവുമാണ്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് ചില സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള
ബന്ധങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചും ഇതുപോലുള്ള സഹായകരമാകുന്ന സൗഹൃദ ബന്ധങ്ങൾ പുരുഷന്മാരുമായിട്ട് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അതിൻ്റെ സ്വാർത്ഥത എന്നുള്ള പാർട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ നല്ല സൗഹൃദങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വീട്ടിൽ അല്പം പൊരുത്തക്കേടുകൾ ഉണ്ടാകും. 7-ൽ ചൊവ്വ നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എങ്കിലും പരസ്പരം സംസാരിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് ജനസമ്മതി ഉണ്ടാകും. അവർക്ക് നാടിന് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്യാനുള്ള യോഗവും ഉണ്ട്. ഏതൊരു തൊഴിൽ ഏറ്റെടുത്താലും ആത്മവിശ്വാസത്തോടുകൂടി അത് പൂർത്തിയാക്കാനും പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. മക്കളുടെ ഭാവി സംബന്ധിച്ച് ശുഭസൂചനകൾ ലഭിക്കുന്നതാണ്. അവർക്ക് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കാനോ അതുപോലെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർക്കൊന്ന് മാറി നിൽക്കാനോ ഒക്കെയുള്ള യോഗം ഉണ്ട്. മക്കൾ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും യോഗം ഉണ്ടാകുന്നതാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ടുണ്ടാവുകയില്ല. ഇടയ്ക്കിടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. അടുത്ത ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ്. ഈ ഉത്രാടം 2 കൂറിലായിട്ടാണ് വരുന്നത്. അതിൽ ധനുക്കൂറുകാർക്ക് മൂലം പുരാടം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ ശനിയും സൂര്യനും ബുധനും 3-ൽ നിൽക്കുന്നു. വ്യാഴമാണെങ്കിൽ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ, രാഹു എന്നിവർ 4-ാം ഭാവത്തിലും നിൽക്കുന്നു. അതേസമയത്ത് മകരക്കൂറുകാർക്ക് മാസാരംഭത്തിൽ ശനിയും സൂര്യനും ബുധനും കൂടെ 2-ലാണ് നിൽക്കുന്നത്, ധനഭാവമായ 2-ൽ. ശുക്രനാണെങ്കിൽ 3-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. വ്യാഴം 5-ൽ നിൽക്കുന്നു. അപ്പോൾ ഈ ധനുക്കൂറുകാർക്ക് കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങൾ ഈ വർഷം കിട്ടുന്നതാണ്. ധനുക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര അനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഈ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ശനി ബുധ യോഗം വരുന്നു. ഈ ബുധാദിത്യ യോഗം നല്ലതാണ്. എന്നാൽ സൂര്യനും ശനിയും ശത്രുക്കളാണ്. അതുപോലെ സൂര്യൻ നിൽക്കുന്നത് ശനിയുടെ ആധിപത്യമുള്ള രാശിയിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ സ്നേഹബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. കൂടുതൽ മേഖലകളിലേക്ക് വ്യാപാരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശത്രുശല്യം അല്പം കൂടുന്നതാണ്, പ്രത്യേകിച്ച് ഈ മകരക്കൂറിൽപ്പെട്ട ആളുകൾക്ക്. ജോലിയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും അല്പം മത്സരവും എതിർപ്പുകളുമൊക്കെ നേരിടേണ്ടി വന്നേക്കും. സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം അത്ര ഉണ്ടായിരിക്കില്ല. നമ്മുടെ ആർജിച്ച് വെച്ചിരിക്കുന്ന ധനം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഈ മാസം അത്ര അനുകൂലമല്ല. ഇനി അങ്ങനെ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഉപദേശം തേടുന്നത് ഏറ്റവും നല്ലതാണ്. ദുശ്ശീലങ്ങളൊക്കെ മാറ്റാൻ ഉള്ള ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സാമാന്യം സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. ഇതിൽ ധനുക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ സ്ഥാനം കൊണ്ട് കുടുംബജീവിതത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. മകരക്കൂറുകാർക്ക് അത്ര തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് ചൊവ്വ വരുന്നത്. 6-ൽ ചൊവ്വ എന്ന് പറയുന്നത് ഗുണഫലം നൽകുന്ന ഗ്രഹാവസ്ഥയാണ്. പിന്നെ ആഡംബര വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. തിരുവോണ നക്ഷത്രമാണ് അടുത്തത്. തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണ്. അവർക്ക് ശനിയും സൂര്യനും ബുധനും 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ 3-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. 5-ലെ വ്യാഴം എന്ന് പറയുന്നത് സന്താനങ്ങൾക്കൊക്കെ ഗുണകരമാണ്, ബുദ്ധിപരമായിട്ടും ഗുണകരമായ അവസ്ഥയാണ്. പക്ഷേ ശനിയും സൂര്യനും ചേർന്ന് നിൽക്കുമ്പം പരസ്പരം ഇഷ്ടമില്ല. ആകെ 2 ഗ്രഹങ്ങൾ തമ്മിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ രശ്മി ബലങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അതേസമയം ബുധാദിത്യ യോഗം എന്ന് പറയുന്നത് ബുധനും സൂര്യനും ചേർന്നുള്ള യോഗം നിപുണയോഗമാണ്. അതുകൊണ്ടുള്ള കുറേ ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും. ഇതിൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ അവരുടെ ജന്മരാശിയിൽ നിന്ന് മാറുകയാണ്. സൂര്യൻ 1-ൽ നിൽക്കുമ്പോൾ കണ്ണുകൾക്ക് ബുദ്ധിമുട്ട്, മുടി പൊഴിയുക, പല പല ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അത് ഈ മകരക്കൂറിൽ നിന്ന് മാറി കുംഭക്കൂറിലേക്ക് സൂര്യൻ പോകുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തിരുവോണ നക്ഷത്രക്കാർക്ക് കുറയും. നമ്മുടെ പരിശ്രമങ്ങളും പ്രയത്നങ്ങളുമൊക്കെ ഫലവത്താകുന്നതാണ്. നമുക്ക് അംഗീകാരവും ലഭിക്കും. ബുധൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വിദ്യാഭാവത്തിന് ഗുണകരമാണ്. വാക്കും വിദ്യയും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പിന്നെ പ്രസംഗിക പാഠവുമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അധ്യാപകർ, അഡ്വക്കേറ്റുമാർ തുടങ്ങിയ ആളുകൾക്ക് വളരെ ഗുണകരമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്കും ഗുണകരമാണ്. പിന്നെ ഈ രാഹു ശുക്ര യോഗം
ആ, സഹോദര ഗുണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ശ്രേയസ്സുണ്ടാകും. അവർക്ക് നല്ല കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും, അല്ലെ പഠനം പൂർത്തിയാക്കി ജോലി നേടാനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ വിവാഹം, ശിശുജനനം ഇതൊക്കെ ഉണ്ടാകാം. 6-ൽ ചൊവ്വ തുടരുന്നത് ശത്രുക്കളെ നശിപ്പിക്കാൻ വളരെ ഗുണകരമാണ്. ശത്രുക്കൾ സ്വയമേവ വിട്ടുപൊക്കോളും. കാരണം 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലത്ത് നമുക്കാണ് എപ്പോഴും വിജയം ഉണ്ടാകുന്നത്. ഭൂമി വ്യാപാരത്തിൽ ലാഭം ലഭിക്കുന്നതാണ്. പുതിയ ഉദ്യമങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ പെട്ടെന്ന് എടുത്തുചാടി ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സമോ വിഷമതകളോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യം സംബന്ധിച്ച് ജാഗ്രത പുലർത്തേണ്ട സമയവും ആണ്. അവിട്ട നക്ഷത്രമാണ് അടുത്തത്. അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ് വരുന്നത്. അവിട്ടം മകരക്കൂറുകാർക്ക് മാസാരംഭത്തിൽ ശനി, സൂര്യനും ബുധനും കൂടെ 2-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ശുക്രനാണെങ്കിൽ 3-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. വ്യാഴമാണെങ്കിൽ 5-ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിട്ടം കുംഭക്കൂറിൽ വരുന്ന 2-ാമത്തെ പകുതിക്കാർക്ക് മാസാരംഭത്തിൽ ശനിയും സൂര്യനും ബുധനും കൂടെ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ശുക്രൻ 2-ാം ഭാവത്തിൽ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. വ്യാഴം 4-ലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ പൊതുഫലം നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം. അല്ലെങ്കിൽ കുറേ ഭാഗം അനുകൂലമായിട്ടും കുറേ ഭാഗം പ്രതികൂലമായിട്ടും വരും രണ്ടു കൂട്ടർക്കും. തൊഴിൽ സംബന്ധിച്ച് ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ചുമതലകൾ വർദ്ധിക്കുകയും ചെയ്യും. ഒരു തരത്തിൽ ഇപ്പം വ്യാപാരം ചെയ്യുന്ന ഒരാളിനാണ് വ്യാപാരം വർദ്ധിക്കുന്നത്, അയാളെ സംബന്ധിച്ച് ഗുണകരമാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അങ്ങനെ 2 തരത്തിലാണ് നമ്മൾ ചെയ്യുന്ന മേഖല അനുസരിച്ച് ആ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ചുമതലകൾ വർദ്ധിച്ചാലും അതനുസരിച്ചൊരു ധനലാഭമോ അതുപോലെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പുതിയൊരു സൗകര്യം അത് മുഖേന കിട്ടണം എന്നില്ല. പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ യോഗമുണ്ട്. ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ നറുക്കെടുപ്പ് മുഖേനയോ ഒക്കെ സാമ്പത്തിക ലാഭം പെട്ടെന്ന് വന്നു ചേരാം. അത് ചിലവാകാനുള്ള ഒരു മാർഗവും അതോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളത് രസകരമായ മറ്റൊരു കാര്യമാണ്. വീട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണർന്നു വന്നേക്കാം. നല്ലൊരു വീട്ടിലേക്ക് മാറാൻ പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോവുക. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. ശത്രുക്കളുടെ പ്രവർത്തനം അല്പം ബുദ്ധിമുട്ടിക്കുന്നതാണ്. തടസ്സങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വരാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജാഗ്രതയോടുകൂടി ധനപരമായ കാര്യങ്ങളിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി കൃത്യമായ ഒരു ലക്ഷ്യം വെച്ച് മാത്രം മുന്നോട്ട് പോവുക. അതായത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പണം എടുത്ത് ഈ മാസം പല ആവശ്യം വന്നാലും ചിലവഴിക്കരുത്. അതവിടെ കിടക്കട്ടെ. വേറെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളങ്ങ് ചെയ്യുക. അതുപോലെ തന്നെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഒരു ജാഗ്രതയുള്ളത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ അല്പം അസംതൃപ്തികളൊക്കെ ഈ മാസം ഉണ്ടായേക്കാം. എങ്കിലും അതൊന്നും നമ്മുടെ മാനസികമായ സന്തോഷത്തെ ബാധിക്കാതെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ശ്രമിക്കുക. സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ചില ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകാം, പ്രതികൂല പരാമർശങ്ങളൊക്കെ ഉണ്ടാകാം. അഭിനന്ദിക്കേണ്ട ആൾക്കാർ തന്നെ വിമർശിച്ചേക്കാം. പക്ഷേ അതൊന്നും മനസ്സിലോട്ട് എടുക്കണ്ട. അത് ആ വഴിക്ക് അങ്ങ് പോട്ടെ. ആ രീതിയിൽ അതങ്ങ് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഈ കടം തരാനുള്ള ആൾക്കാർ അത് സമയത്ത് തരാതെ ബുദ്ധിമുട്ടിക്കാനും ഇടയുണ്ട്. അതിനൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ്രോഹകരമായിട്ടൊന്നും ചെയ്യേണ്ട. കൃത്യമായിട്ടത് ചോദിച്ച് വാങ്ങിക്കാനും അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്ന അത് ആർക്കാണെങ്കിലും, സുഹൃത്തിനാണെങ്കിലും ബന്ധുവിനാണെങ്കിലും എന്തെങ്കിലും ഒരു രേഖ വാങ്ങിച്ച് വെക്കുക. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മുഖേനയോ മറ്റോ കൊടുക്കുക. രേഖ ചോദിച്ച് വാങ്ങിക്കാൻ പ്രയാസമുള്ള ഒരു ബന്ധമാണ് തമ്മിലുള്ളതെങ്കിൽ അക്കൗണ്ട് മുഖേന കൊടുത്താലും നമുക്ക് പറയാമല്ലോ, ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ചതയ നക്ഷത്രമാണ് അടുത്തത്. ചതയ നക്ഷത്രം കുംഭക്കൂറിലാണ് വരുന്നത്. അവരുടെ ജന്മരാശിയിൽ തന്നെയാണ് ശനിയും സൂര്യനും ബുധനും സഞ്ചരിക്കുന്നത്. നേരത്തെ പലപ്പോഴും പറഞ്ഞല്ലോ, സൂര്യനും ശനിയും തമ്മിൽ ചേരുന്നില്ല. പക്ഷേ സൂര്യനും ബുധനും തമ്മിലുള്ള ചേർച്ച ഗുണകരമാണ്. ബുദ്ധിക്കും അറിവിനുമൊക്കെ ഗുണകരമാണ്. ശുക്രൻ
രണ്ടാം ഭാവത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. രണ്ടാം ഭാവം വാക്കിൻ്റെ ഭാവമായതുകൊണ്ടും അവിടെ രാഹു നിൽക്കുന്നതുകൊണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇടപെടുമ്പോൾ നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാതെയും അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലും ആകാതെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. രാഹുവും ശുക്രനും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാർ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. 4-ൽ നിൽക്കുന്ന വ്യാഴം കുടുംബപരമായിട്ട് കുറച്ച് ഗുണം നൽകുമെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നതാണ്. ജന്മരാശിയിലെ പാപഗ്രഹങ്ങൾ 2 എണ്ണമാണ് സഞ്ചരിക്കുന്നത്. അതും പരസ്പര വിരുദ്ധങ്ങളായ 2 പാപഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ കാലം അത്ര അനുകൂലമല്ല ചതയ നക്ഷത്രക്കാർക്ക്. വലിയ സാഹസങ്ങളൊന്നും ചെയ്യാൻ ഉദ്യമിക്കരുത്. മല കയറുക, 2 വീലറിൽ അഭ്യാസം കാണിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ സാഹസം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളോട് സംസാരിക്കുമ്പോഴും ആ സാഹസം ഒന്ന് നിയന്ത്രിക്കണം. കാരണം എന്തും ആരോടും പറയാം എന്നുള്ള രീതിയിൽ പറയരുത്. ഒരല്പം പക്വത പുലർത്തേണ്ടതാണ്. പ്രധാന കാര്യങ്ങൾ നന്നായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. കണ്ടമാനം നിർബന്ധശീലവും വാശിയും കോപവും, അതായത് മുൻകോപമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സമയമാണ് ചതയ നക്ഷത്രക്കാർ. അതൊന്ന് ശ്രദ്ധിക്കുക. ചതയ നക്ഷത്രക്കാർക്ക് ഒരു കടുംപിടുത്തം പലപ്പോഴും ജന്മനാ തന്നെ ഉണ്ട്. ഈ സമയത്ത് അത് കൂടും. 2 പാപഗ്രഹങ്ങളാണ് ജന്മത്തിൽ വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയില്ല. ന്യായമായ വരവും അതിന് തുല്യമായ ചിലവുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അല്പം ക്ഷമയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ വ്യാപാരത്തിലും ജോലിയിലുമൊക്കെ നല്ല ഒരു നിലവാരം പുലർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വലിയൊരു ലാഭം, വലിയ ഒരു നേട്ടം ഒന്നും ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പൂരുട്ടാതിയാണ് അടുത്തത്. 2 കൂറുകളിലായിട്ടാണ് പൂരുട്ടാതി വരുന്നത്. ആദ്യത്തെ 3/4 ഭാഗം കുംഭക്കൂറിലും അവസാനത്തെ 15 നാഴിക മീനക്കൂറിലുമാണ് വരുന്നത്. അതിൽ കുംഭക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ശനിയും സൂര്യനും ബുധനും കൂടെ ജന്മരാശിയിൽ കൂടെ സഞ്ചരിക്കുന്നു. ശുക്രനും രാഹുവും 2-ാം ഭാവത്തിലും വ്യാഴം 4-ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ജന്മനക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. സൂര്യനും രാഹുവും അപ്പുറം ഇപ്പുറമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നമ്മുടെ എത്ര ധൈര്യമുള്ളവനാണെങ്കിലും പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ ഈ മാസം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഇത് ഭയപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, നമ്മളൊരു മുൻകരുതലെടുക്കുക. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പം നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മോശം കൂട്ടുകെട്ടുകൾ മുഖേന ആരോപണങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട്. ധനപരമായിട്ട് ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണ്. പല പ്രലോഭനങ്ങളും ഉണ്ടാകും നമ്മുടെ ധനം തട്ടിയെടുക്കാനായിട്ട്. ചിലപ്പോൾ ശത്രുക്കൾ തന്നെ സുഹൃത്തുക്കളുടെ രീതിയിൽ വന്ന് നമ്മളെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയും ഈ മാസം ഉണ്ട്. അതുകൊണ്ടൊരു ധനപരമായിട്ട് നല്ല ജാഗ്രതയോടുകൂടി, നല്ല ഒരു മുൻകരുതലോടുകൂടി മുന്നോട്ട് പോവുക. നിക്ഷേപങ്ങൾ വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ മാത്രം ചെയ്യുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ യാത്രായോഗവും വിദേശ പഠനയോഗവും ഒക്കെ കിട്ടുന്നതാണ്. അതിനുള്ള ധനം ആർജിക്കാനും അവർക്ക് സാധിക്കും. കുടുംബത്തിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വയം ഓരോരോ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, തൻ്റേതായ ആശയങ്ങൾ ബിസിനസ്സാക്കി മാറ്റുന്നവർക്ക് സ്റ്റാർട്ടപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാം. പെട്ടെന്നൊരു ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ തുടങ്ങുന്ന പല കാര്യങ്ങളും ഒരു ജ്യോത്സ്യനെ കണ്ട് നന്നായിട്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ. പൊതുവേ പറയുകയാണെങ്കിൽ പൂരുട്ടാതിക്കാർ ഈ സമയത്ത് തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ ഭാവിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കേണ്ടതാണ്. പിന്നെ പ്രമോഷൻ കിട്ടാൻ ജോലിയിലുള്ളവർക്കൊക്കെ അല്പം തടസ്സം നേരിട്ടേക്കാം. അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനകീയ പിന്തുണ കിട്ടുന്നതാണ്. എങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണമെങ്കിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ സംഘടനകൾ, പുതിയ ആ സംഘടനകളും ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുമൊക്കെ രൂപപ്പെടുത്താനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നതാണ്. മതപരമായിട്ടും സാമുദായികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ സൊസൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുന്ന ആ സമൂഹത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഫോം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. അടുത്ത ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ശനിയും സൂര്യനും ബുധനും 12-ലാണ്. ശുക്രൻ ജന്മഭാവത്തിൽ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്നു. വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. രാഹുവും ശുക്രനും ജന്മനക്ഷത്രത്തിലാണ് ഉത്രട്ടാതിക്കാർക്ക്. അവർക്ക് ഈ അല്പം പിരിമുറുക്കം ഉണ്ടാകും മനസ്സിന്. കാരണം പല സമ്മർദ്ദങ്ങളും
ഉദ്ദേശിക്കുന്ന രീതി കാര്യം നടക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടാകാം. ഒരുപാട് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടി വരാനിടയുള്ളൊരു കാലവുമാണ്. ദേഹക്ലേശം ഉണ്ടായേക്കാം. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരാം. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പല അനുമതികളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും വൈകാൻ ഇടയുണ്ട്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രണയബന്ധങ്ങൾക്കൊക്കെ ഗുണകരമാണ്. ധനപരമായിട്ടും ഒരു പരിധിവരെ ഗുണകരമാണ്. ആഡംബര വസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങിയവയൊക്കെ വാങ്ങാനായിട്ട് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ചില എതിർപ്പുകൾ വരുന്നത് ഒരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്കും അത് നേരിടാം, മുതിർന്നവർക്കും അത് നേരിടാം. പക്ഷേ ഈ പരാജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല. പരാജയങ്ങളാണ് നമ്മളെ ഒന്ന് വിലയിരുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് അതിനെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് കരുതിയാൽ മതി. നമ്മുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, പരാജയം വിജയത്തിൻ്റെ ചൂണ്ടുപലയാണെന്നും ചവിട്ടുപടിയാണെന്നും ഒക്കെ പറയാറുണ്ട്. അത് ആ ആശയം അങ്ങോട്ട് ഉൾക്കൊണ്ടാൽ മതി. കാരണം ഈ സമയത്ത് പെട്ടെന്നൊന്നും അങ്ങോട്ട് കാര്യം സാധിച്ച് കിട്ടുകയില്ല. പിന്നെ സഹോദരന്മാരിൽ നിന്ന് അല്ലെ സഹോദരിമാരിൽ നിന്നൊക്കെ നല്ല ആനുകൂല്യങ്ങളും അവരുടെ സഹായ സഹകരണങ്ങളുമൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ 12-ലെ സൂര്യനെ കുറേയേറെ ക്ലേശങ്ങൾ നൽകും. ധനപരമായിട്ടും ഒരു കരുതൽ വേണ്ട സമയമാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രതീകമാണല്ലോ. അപ്പോൾ സർക്കാരിൽ നിന്നും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ചില നോട്ടീസുകൾ തരികയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നെടുത്ത ലോണിന് നോട്ടീസ് വരികയോ അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെയും ഉണ്ടാകാം. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തുകൊള്ളുക. ഇനി രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് സൂര്യനും ബുധനും ശനിയും കൂടെ 12-ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രനും രാഹുവും ജന്മക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം ഗുണകരമായ കാലമാണ്. അത് എങ്ങനെയാണെന്ന് പറയാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ജീവിതം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ, അതായത് ജീവിതം ഇങ്ങനെ പോരാ, എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ലൈഫ് വേണം, കുറച്ചുകൂടെ സമൂഹത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു ഗ്രേഡൂടെ കൂടിയ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയ സന്ദർഭമാണ്. അവർക്ക് നല്ലൊരു പ്ലാനിൽ ആ ലൈഫ്, നല്ലൊരു പ്ലാൻ സ്വയം സൃഷ്ടിച്ച് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രൻ ഉച്ച രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു വീട് പണിതു, അങ്ങോട്ട് ആവശ്യമുള്ള ഉപകരണങ്ങളൊന്നും നേരത്തെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് അതിനുള്ള ധനവും സാഹചര്യമൊക്കെ ഒത്തുവരും. അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. പക്ഷേ ഈ സൂര്യനും ശനിയും ചെലവിൻ്റെ ഭാവത്തിലാണ് തുടരുന്നത്, അതായത് 12-ാം ഭാവത്തിലാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ചില അനിഷ്ടങ്ങൾ, അമിത ചെലവുകൾ ഇതൊക്കെ ഉണ്ടാകാം. പിന്നുള്ളത് ബന്ധുക്കളുമായിട്ടുള്ള സ്വരച്ചേർച്ചക്കുറവാണ്. ധനപരമായ കാര്യങ്ങൾക്ക് കുറേയേറെ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ചില വാക്കുകൾ, നമ്മളിപ്പം മറ്റെന്തെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ട്, സ്വകാര്യമായ ഒരു കാര്യം കൊണ്ട് അവരുടെ ഏതെങ്കിലും മംഗളകർമ്മങ്ങളിൽ നമ്മൾ പോയി പങ്കെടുത്തില്ല, വിവാഹത്തിൻ്റെ സമയത്ത് പോയില്ല, കുട്ടിയുടെ പിറന്നാളിൻ്റെ സദ്യയ്ക്ക് പോയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ബന്ധുക്കൾ പിണങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കാതെ അങ്ങ് മാറ്റിക്കളയുക എന്നുള്ളതേ ഉള്ളൂ. സ്വത്ത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നതാണ്. വ്യവഹാരങ്ങളും നേരിടാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമ്മൾ സംയമനത്തോടു കൂടി മുന്നോട്ട് പോവുക. നല്ലൊരു നിയമജ്ഞനെ കണ്ട്, നല്ല വക്കീലിനെ കണ്ടിട്ട് അഭിപ്രായം തേടി മുന്നോട്ട് പോവുക. ഔദ്യോഗിക മേഖലയിൽ സ്ഥലം മാറ്റമോ പദവി മാറ്റമോ വരാൻ ഇടയുണ്ട്. അപ്പോൾ അവിടെയും പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റമാണ് വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തിക കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാപാരികളൊക്കെ പ്രത്യേകിച്ചും ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ്. ടാക്സ് സംബന്ധിച്ച റിട്ടേണുകളൊക്കെ ഫയൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾക്ക് ശേഷം അല്പം ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും റെഗുലറായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി അഥവാ മറ്റെന്തെങ്കിലും, ഇപ്പം നേരത്തെ കോവിഡ് വന്ന പലർക്കും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ബ്ലഡിൻ്റെ രീതി ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട്, എല്ലാ എലമെൻസും അതിനകത്തുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ BP, ഡയബറ്റീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്, പ്രമേഹവും
രക്തസമ്മർദ്ദവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക, ധനപരമായ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ഈ അനിഷ്ടങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും അതൊന്നും നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ ബാധിക്കാതെ നമ്മളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അത് ഒരു വശത്തൂടെ വന്നങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ അതങ്ങ് വിട്ടുകളയുക. ഇതാണ് നമുക്ക് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സാമാന്യ ഫലമായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷ തൽപരരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊന്ന് പങ്കുവെക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.